വിജി 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 ദയവേത് എന്നോട് ദേഷ്യപ്പെടരുത്. എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനാ അന്ന് വീട്ടിലേക്ക് വന്നത്. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാതെ പെട്ടെന്ന് ദേഷ്യം വന്ന് എന്നെ അവിടെ നിന്ന് പുറത്താക്കി. ശരി, ഇപ്പൊ എന്താ പ്രശ്നം? വിജി 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 തന്റെ ദേഷ്യത്തിൽ അങ്ങനെ കാര്യമില്ലെന്ന് ഞാൻ പറയില്ല. എന്റെ മനസ്സിലുള്ള കാര്യങ്ങള് തന്നോടൊന്ന് തുറന്ന് പറയാൻ വേണ്ടിയാ ഞാൻ കള്ളം പറഞ്ഞ് തന്നെ ഇവിടേക്ക് വരുത്തി. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നല്ലേ കണ്ണുകൊണ്ട് താൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. അത് പറയാൻ വേണ്ടിയല്ല തന്നോട് ഞാൻ ഇവിടെ നേരത്തെ വരാൻ പറഞ്ഞത്. ബാക്കിയുള്ളവർ വരുന്നതിന് മുമ്പ് നമുക്ക് സംസാരിച്ച് ഒരു നല്ല തീരുമാനത്തിലെത്തിയാൽ പോരെ? അതാ നമുക്ക് നല്ലത്. ടെൻഷൻ ആവല്ലേ വിജി? ഒന്നുമല്ല, തന്നെ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിന് ഭയങ്കര വേദന പോലെയാ. ഭർത്താവില്ലാതെ ഒരു പെൺകുട്ടിയെ വളർത്തി തനിയെ ഇങ്ങനെ കഷ്ടപ്പെടുകയല്ല. തനിക്കൊരു നല്ല മനസ്സുണ്ട്, നല്ല കഴിവുള്ളൊരു പെൺകുട്ടിയാ. തൻ്റെ കഷ്ടപ്പാടുകൾ കാണുമ്പോ ഒരു സഹപ്രവർത്തകന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ നല്ല വിഷമമുണ്ട് എനിക്ക്. വിജി, തനിക്ക് വേറൊരു കല്യാണം കഴിച്ചാലെന്താ? അതും നല്ല സ്റ്റൈലായിട്ട്, കുറച്ച് കറുത്തിട്ടാണെങ്കിലും നല്ല നല്ല സുന്ദരനായ, അതായത് എന്തിന് എന്നെ പോലെ അല്ല, എന്നെ തന്നെ കിട്ടിയാ പോരെ? എന്നെ തന്റെ ലൈഫ് പാർട്ണറായിട്ട് ചൂസ് ചെയ്ത തന്റെ ലൈഫ് നല്ല രസമായിരിക്കും. അതാ ഞാൻ എന്താ പറഞ്ഞു വരുന്ന വെച്ചാൽ, ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ ഈ സമൂഹത്തിൽ ഭർത്താവില്ലാതെ സേഫ്റ്റി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. തനിക്ക് തുണയ്ക്ക് ഒരാൾ വേണ്ടേ? അതുകൊണ്ട് ഞാൻ തന്നെ കിട്ടുന്ന കാര്യം ആലോചിച്ചത്. അതിന് തനിക്ക് സമ്മതമാണെങ്കിൽ പിന്നെ നമുക്ക് ഭാഗ്യം തല്ലിയിട്ടില്ല. ഇതിവിടെ വെച്ച് നിർത്തിക്കോണം. നിങ്ങൾക്ക് ഇത്രയും മര്യാദയുള്ളൂ. ഇതിന് മുകളിൽ ഒരു അക്ഷരം നിങ്ങൾ പറഞ്ഞോ, ഓണറിന്റെ അടുത്ത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഓണറിന്റെ അടുത്ത് മാത്രമല്ല, പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് ഈവ് ടീസിങ്ങിന് അകത്താക്കും. അല്ല, നിങ്ങളുടെ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കുന്നത്? വലിയ ത്യാഗിയാണെന്നോ? നിങ്ങൾ എനിക്കൊരു ജീവിതം തരുന്നൊക്കെയാണോ വിചാരം? അല്ല, ആദ്യം ആരാ നിങ്ങള്? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് സർ. അത് കഴിഞ്ഞ ഈ വിജയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരും. ഓഹോ, ഇത് പറയാനാണോ അന്ന് രാത്രി നിങ്ങൾ വീട്ടിലേക്ക് വന്നത്? അല്ല, നിങ്ങൾക്ക് ആരാ ഈ ധൈര്യം തന്നത്? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം. ഒരു പെണ്ണ് തന്നെ ജീവിക്കുകയാണെങ്കിൽ ആര് വേണമെങ്കിലും വന്ന് അവളെ അപ്രോച്ച് ചെയ്ത് ഓക്കെ ആക്കി കല്യാണം കഴിക്കണമെന്ന് ആലോചിക്കോ? ഇതൊക്കെ വളരെ തെറ്റാണ് സർ. നിങ്ങളോട് അല്പം എനിക്ക് ബഹുമാനമുണ്ട്, അത് സംരക്ഷിക്കണം. ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിവെക്ക്. അതിരിക്കട്ടെ, എന്നെ കുറിച്ച് ദുഃഖിക്കാൻ നിങ്ങൾ ആരാ? എനിക്ക് ജീവിതത്തിൽ തുണ വേണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞോ? അങ്ങനെ ഒരു തുണ എനിക്ക് ആവശ്യമായിട്ട് വന്നാലും അതൊരിക്കലും നിങ്ങളായിരിക്കില്ല. ആദ്യം ഒരു പെണ്ണിന് തോന്നുക വേണ്ടത് നമ്മളൊരു സുരക്ഷിതമായ സമുദായത്തിലാണ് ജീവിക്കുന്നതെന്ന്. ആ ഒരു സുരക്ഷിതത്വം ഒരാണായിട്ട് നിങ്ങൾ എനിക്ക് തന്നില്ല എന്നുള്ളപ്പോ ഞാൻ എങ്ങനെയാ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക?